എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും 45ാമത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ 45ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അല്ലേ. 44 ക്വസ്റ്റ്യൻ പേപ്പറും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു മാറ്റിയിട്ട് നെഗറ്റീവ് ഒക്കെ കുറയ്ക്കാൻ എങ്ങനെയാണ് റിവിഷൻ ചെയ്യുന്ന രീതി, ഇതൊക്കെ നിങ്ങൾക്ക് റിവിഷൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ അതൊരു റിവിഷൻ കൂടിയിട്ടാണ് അല്ലേ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. 45 ചെയ്ത് 45 എക്സാം എഴുതിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് 2022 നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ചോദ്യം വന്നിരിക്കുന്നത് ഏത് മേഖലയിൽ നിന്നാണ്? കറണ്ട് അഫെയറിൽ നിന്നാണ് അല്ലേ. അതിൽ ഏതാ ചോദ്യം വന്നിരിക്കുന്നത്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2023-24 നമ്മുടെ ചാനലിൽ ക്ലാസ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. 2023-24 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അതുപോലെ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട ആനുകാലിക വിവരങ്ങളും 2024 ജനുവരിയിൽ കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? കറണ്ട് അഫെയറിന്റെ ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ട്. ഇനി 2024 ഇന്ത്യയിലെ തരം, അങ്ങനെ വേൾഡിലത്തെ തരം 2024 ഫെബ്രുവരിയിൽ, അതുപോലെ കേരളം, ഇന്ത്യ, വേൾഡ് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എങ്കിൽ ഏതാണ് ജോർജ് ഓണക്കൂറിന്റെ കൃതി? നമുക്ക് പെട്ടെന്ന് അറിയാം അല്ലേ. ഹൃദയ രാഗങ്ങൾ. അപ്പോ ഇപ്പൊ അവാർഡ് ഭാഗത്തിൽ അല്ലാതെ തന്നെ ചോദ്യം വരും അല്ലേ. ഹൃദയ രാഗങ്ങൾ ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ആരുടേതാകണം? ജോർജ് ഓണക്കൂറാണ്. ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? അപ്പൊ നമ്മള് ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പഠിക്കണം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇപ്പൊ അടുത്ത LD-ക്കൊക്കെ എക്സാമിന് LGS-നാണെങ്കിലും ഗാന്ധി ബോർഡൊക്കെ എഴുതാൻ പോണവർ എന്ത് ചെയ്യണം? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പഠിക്കണം, ദ്രോണാചാര്യ അവാർഡ് പഠിക്കണം. അതിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുന്നത് അല്ലേ. അപ്പൊ ദ്രോണാചാര്യ അവാർഡ് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ദ്രോണാചാര്യ അവാർഡിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളത് ബോധം വേണം. ഓക്കെ. അപ്പൊ ദ്രോണാചാര്യ അവാർഡ് എപ്പോഴാണ് 2021 ആർക്കാണ് ലഭിച്ചത്? TP ഔസേപ്പിനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ജഡായു. ലോകത്ത് ആദ്യമായിട്ട് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്നത് മന്ത്രി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ആരാണ്? സജി ചെറിയാൻ. അതായത് ഇതിങ്ങനെ വെക്കുമ്പോൾ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാണ് ആര്? സജി ചെറിയാൻ അല്ലേ. അപ്പൊ സാംസ്കാരിക വകുപ്പാണ് ഇത്. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏതൊക്കെ വരിക? ചിത്രം, കലാമേഖലകളൊക്കെ ഏത് വരും? സാംസ്കാരിക മേഖലയിൽ വരും. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ഇമാർ ബൈജു. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചിട്ടാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചിരിക്കുന്നത്? 13 കേട്ടോ. 13. മലപ്പുറം സഹകരണ ബാങ്കാണ് എന്ത് ചെയ്തത്? 14 ജില്ല എന്ന് പറയുമ്പോൾ 14 ജില്ലയിലും ഓരോ ജില്ലാ സഹകരണ ബാങ്കുകളുണ്ട് അല്ലേ. അതിൽ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് മാത്രം എന്ത് ചെയ്തു? ഒഴിവായി നിന്നു. പക്ഷെ ഇപ്പൊ അത് യോജിച്ചു എന്നാണ് കേൾക്കുന്നത്. അന്ന ബെന്നിന് 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? അന്ന ബെന്നിന് 8ാമത്തെ ഏതാണ്? 8ാമത്തെ ഏതാണ്? കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. ശോശാമ്മ ഐപ്പിന് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത്? 9ാമത്തെ ആൻസർ D ആണ്. മറ്റുള്ളവ കേട്ടോ. ശാസ്ത്രീയ, അത് സാമൂഹ്യ പ്രവർത്തനം, വൈദ്യശാസ്ത്രം ഒന്നുമല്ല കേട്ടോ. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണ്? കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ഏത് പേര് സ്വീകരിച്ചു? ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണ്? 2002. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ ഏതെല്ലാം? വൻകര ഭൂവൽക്കം എന്താണ്? സിലിക്കയും ഏതാണ് 11ാമത്തെ ആൻസർ ഏത് വരെ? D. സിലിക്ക, അലുമിനിയം. പഠിച്ചല്ലോ. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഏതാണ് വൻകര ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നത്? സിയാല്. സിയാലും സമുദ്ര ഭൂവൽക്കത്തിൽ നമ്മൾ ഏത് കാണും? സീമയും കാണും. അപ്പൊ സിയാലില് സിലിക്ക, സിയാൽ അലുമിനിയം, സിമിലോ സിലിക്കൺ, മഗ്നീഷ്യം. അങ്ങനെയല്ലേ നമ്മൾ പഠിക്കാറ്. താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? ദയവ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആണോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് കേട്ടോ. ശിലയ്ക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? 12ാമത്തെ ആൻസർ
ഏതാണ്? സി ആണ് അല്ലെ. ഗ്രാനൈറ്റ്, ബസാൾട്ട് ഏതിലാണ് വരിക? ഗ്രാനൈറ്റും ബസാൾട്ടും ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്, മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല് ഇതിന് വരും? അവസാദ ശിലയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്. എപ്പോഴാണ് മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത്? 13ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ക്വസ്റ്റ്യൻ അല്ലെ ഡിലീഷൻ ആണ് അല്ലെ. ക്വസ്റ്റ്യൻ ഇവിടെ സംഖ്യ തന്നത് മാറിപ്പോയിട്ടുണ്ട്. ിൽ മടക്ക് പർവ്വത നിരക്ക് ഉദാഹരണം. മടക്ക് പർവ്വത നിരക്ക് ഉദാഹരണം ഏതാണ്? ഡി ആണ് കേട്ടോ. ബിയും സിയും. അറ്റ്ലസും ആൽപ്സും ഒരു മടക്ക് പർവ്വത നിരക്ക് ഉദാഹരണമാണ്. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം. കനത്ത മഴയെ തുടർന്നിട്ട് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം എന്താണ്? മലവെള്ളപ്പാച്ചിൽ. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ വിട്ടിട്ട് ഒരു സെക്കൻഡ് ഗ്യാപ്പ് തരുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. UP ആണ്. 1 ലക്ഷത്തിലധികവും 10 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുമുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേര്. 17 സി ആണ്, നഗരമാണ്. നഗരം. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം. സെപ്റ്റംബർ ടു ഒക്ടോബർ വരെയാണ് ശരത്കാലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. പാലക്കാട് അല്ലെ. പാലക്കാട്. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്. ട്രാൻസ് ഹിമാലയം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഏത് വരണം? 20ാമത്തെ ഏത് വരും? സി ആണ് അല്ലെ. ലഡാക്ക്, സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ എങ്ങനെ പറയാ? താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ്? താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ്. 21ാമത്തെ ആൻസർ ഡി ആണ്. വില്യംസ് മൂന്നാമനാണ് അവകാശ പത്രികയിൽ ഒപ്പുവെച്ചത്. വില്യംസ് മൂന്നാമൻ. ഓപ്ഷൻ ഏതാണ് വരിക? ഡി ആണ് കേട്ടോ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇപ്പൊ ഇതിലെ ആൻസർ പ്രകാരം ഏതാണ്? ബിശ്വാസ് മേത്ത. കറണ്ട് അഫയറിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് പഠിക്കണം കേട്ടോ. ഈ പുതിയ നിയമനങ്ങളൊക്കെ എന്ത് ചെയ്യണം? കറണ്ട് അഫയറിൽ അപ്ഡേറ്റ് ചെയ്യണേ. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ്. VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയായിരിക്കും? 23ാമത്തെ ആൻസർ വരുന്നത് സി ആണ് അല്ലെ. 450 × 300 mm. 450 × 300 mm. പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? 24 എ ആണ്. 28ൽ 1 കേട്ടോ. 28ൽ 1 ആണ്. സംസ്ഥാനങ്ങളുടെ 25 മുതൽ 28 വരെയാണ് അല്ലെ മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് ഭരണഘടനയിൽ പറയുന്നത്. 25 മുതൽ 28 വരെയാണ്. ആ 28ൽ 1 എന്ത് പറയുന്നത്? വിദ്യാഭ്യാസ സ്ഥാപനത്തില് മതപരമായിട്ടുള്ള ബോധനം പാടുള്ളതല്ല എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഏതാണ്? 293. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് ആരാണ്? ഗോപാൽ ബല്ലവ് പട്നായിക്. അദ്ദേഹം വഹിച്ചിട്ടില്ല. അപ്പോൾ ആരൊക്കെ വന്നിട്ടുണ്ട്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര, നമുക്കറിയാം ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. പിന്നെ രാജേന്ദ്ര ബാബു വന്നിട്ടുണ്ട്. വെങ്കടച്ചെല്ലയും എന്താണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടുണ്ട്. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ്
ഏതാണ് വകുപ്പ് 8. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നു? ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്ക് അപ്പുറം വേറൊരു ലക്ഷ്യമില്ല എന്ന് പറയുന്നത് ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ വിപ്ലവം. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി പിന്നെയോ എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം? UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം 29 ഡി ആണ് അല്ലെ, 1989 നവംബർ 20. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് എങ്ങനെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്? 30 A ആണ്. ഒരു ചെയർപേഴ്സണ് 2 അംഗങ്ങളും. മൊത്തം എത്ര പേരാണ്? 3 പേര്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം 1885. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കേഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി ഹാർഡിഞ്ച് പ്രഭു. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം കാൺപൂർ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു? 37 ഝാൻസി റാണി ഝാൻസി റെജിമെന്റ്. സന്താൽ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? രാജ്മഹൽ കുന്നുകൾ. ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ്? മറാത്ത. സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ ബൊക്കാറോ ഏതാണ്? സോവിയറ്റ് യൂണിയൻ. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കബനി നദിയാണ്. ബി ആണ് ആൻസർ വരുന്നത്, കബനി നദി. കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ചിങ്ങം 1. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാള കായിക താരം KM ബീനാമോൾ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂര്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? പള്ളിവാസൽ. ഏതാണ് വർഷം? 1940 അല്ലെ പള്ളിവാസൽ വന്നത്. എപ്പോഴാണ്? 1940. കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്? എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്? C ആണ് കേട്ടോ. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് എപ്പോഴും പെട്ടെന്ന് ഈ ആരോഗ്യ സർവകലാശാല പറയുമ്പോൾ നേരെ തിരുവനന്തപുരത്തേക്ക് പോകും. തൃശ്ശൂരാണ്. കേരള കാർഷിക സർവകലാശാലയും കേരള ആരോഗ്യ സർവകലാശാലയും. കാർഷികം നമ്മൾ നല്ല രീതിയിൽ നമ്മൾ കൃഷി ചെയ്ത് നല്ല ജൈവ പച്ചക്കൃഷി ചെയ്താലേ നമുക്ക് നല്ല ആരോഗ്യം കിട്ടുള്ളൂ. അപ്പൊ നോക്കുക, കേരള ആരോഗ്യ സർവകലാശാലയും കേരള കാർഷിക സർവകലാശാലയും തൃശ്ശൂരാണെന്ന് ഓർക്കുക. എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത്? എന്റെ കുമ്പളങ്ങി ഏതാണ്? ഇവിടെ 2 തോമസ് വന്നതുകൊണ്ട് നമ്മൾ കൺഫ്യൂഷൻ വരും. തോമസ് പഠിക്കുമ്പോൾ അപ്പൊ ഏതാണെങ്കിലും ഇങ്ങനെ പഠിക്കുമ്പോൾ ആ ഇനീഷ്യലും കൂടി നോക്കണം കേട്ടോ. 50ാമത്തെ ആൻസർ ഏത് വരും? ബി ആണ് അല്ലേ, പ്രൊഫസർ KV തോമസ് ആണ്. നമുക്ക് എക്സാം ഹാളിലെത്തിയ അത് PT തോമസ് ആയിട്ട് മാറും, വീട്ടിലെത്തിയ അത് KV തോമസ് ആകും. അതാണ് നമ്മുടെ രീതി അല്ലേ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന സംഭവം? കീഴരിയൂർ ബോംബ് കേസ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം? 52ാമത്തെ ഡി ആണ്. തിരുവിതാംകൂർ തിരുക്കൊച്ചി സംയോജനം അല്ലേ, 1949.
തിരുക്കൊച്ചി സംയോജനം 1949 നടന്നപ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു തിരുക്കൊച്ചിയിലെ പറവൂർ ടി.കെ. നാരായണപിള്ള അല്ലെ. പറ പന എന്ന് പറയും അല്ലെ. അവസാനത്തെ തിരുക്കൊച്ചി പ്രധാനമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോൻ. പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഫസ്റ്റ് ആരാണ്? പറവൂർ ടി.കെ. നാരായണപിള്ള. അവസാനത്തത് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളി സി ശങ്കരൻ നായർ. അദ്ദേഹം എപ്പോഴായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായത്? 1897. വിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. നിങ്ങളുടെ സിലബസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഞാൻ എന്റെ കാര്യങ്ങളടക്കം ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കാര്യങ്ങൾ പറയാറുണ്ട് അല്ലെ. സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും. ഇടയിലിടയിൽ ഓരോ വീഡിയോ കാണുന്നവർക്ക് ഞാൻ പറഞ്ഞത് മിക്ക വീഡിയോകളിലും പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളടക്കം ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ ആരും താഴെ ഒരു കമന്റ് ചെയ്യുകയോ നിങ്ങളായിട്ടുള്ള ഒന്നും ഷെയർ ചെയ്യില്ല. സങ്കടം ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാം പറയാറില്ല. ഞാൻ ഇങ്ങനെയാണ് പഠിക്കുന്നത്, എനിക്ക് അങ്ങനെയൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് കൂടി എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ ആരും എന്നോട് ഷെയർ ചെയ്യാറില്ല. അത് പൊയ്ക്കോട്ടെ, കാര്യമില്ല, നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ. പക്ഷെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെയാണോ, പഠിച്ചു കഴിഞ്ഞോ, സിലബസ് പഠിച്ചു കഴിഞ്ഞോ, റിവിഷൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെ എത്ര വരെ പഠിച്ചു എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ പഠിക്കണമെങ്കിൽ ഞാനൊരു കാര്യം എങ്ങനെയാ പറയാ, നിങ്ങൾ നന്നായി പഠിക്കുക. കേരള ഹിസ്റ്ററി പഠിക്കുന്ന സമയത്തില്ലേ, കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും അതുപോലെ വേൾഡ് ഹിസ്റ്ററിയും എന്ത് ചെയ്യുക, നന്നായിട്ട് SCERT പഠിക്കുക. നന്നായിട്ട് SCERT പഠിച്ചിട്ട് മനസ്സിലാക്കുക. +1 +2 കൂടി ഉൾപ്പെടുത്തിയാൽ ഓക്കെ കേട്ടോ, അത് ബെറ്റർ ആയി. പിന്നെ എന്ത് ചെയ്യുക, ഈ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് പ്രീവിയസ് ആയിട്ട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചോ അതും കൂടിയിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് എന്തായി, SCERT ഭാഗം കേരള ഹിസ്റ്ററി ഓക്കെ. അതുപോലെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ, ജോഗ്രഫി വിഭാഗത്തിലാണെങ്കിൽ ഇന്ത്യയും വേൾഡും കേരളവും ഫസ്റ്റ് പ്രിഫറൻസ് ആർക്ക് കൊടുക്കുക, SCERTക്ക് കൊടുക്കുക. ഓക്കെ, SCERTക്ക് കൊടുക്കുക. പിന്നെ കേരള ഭരണ സംവിധാനം, അത് നമ്മൾ ആ ടോപ്പിക്ക് വെച്ചിട്ട് തന്നെ, സിലബസ് വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. എക്കണോമിക്സും സിലബസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഈ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് SCERTയിൽ ഏതൊക്കെയാണ് ചാപ്റ്റർ വന്നാൽ അത് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആക്കണം. പിന്നെ അതുപോലെ സുപ്രധാന നിയമങ്ങൾ അല്ലെ, ലോ വരുന്നുണ്ട് അല്ലെ, അത് നമ്മൾ ആ സിലബസ് ബേസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പൊ ഈ ഭാഗത്തുള്ളതൊക്കെ SCERT തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ സിലബസ് ബേസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഈ 4 ഭാഗം നോക്കിക്കേ, ഈ 4 ഭാഗം നല്ല രീതിയിൽ പഠിച്ചാൽ തന്നെ നമുക്ക് 20 മാർക്ക് എന്താണ് അവിടെ ഉറപ്പാണ്. കാരണം PSC എങ്ങനെ ചോദിച്ചാലും നമ്മൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങനെയല്ലേ പഠിച്ചിട്ട് പോകുന്നത്. അപ്പൊ ഈ ഭാഗം SCERTയും ഈ ടോപ്പിക് വൈസായിട്ട് നന്നായിട്ട് നോക്കിയാലും എന്താണ്, ഇവിടെ 20 മാർക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ടോപ്പിക്കാണ്. ഹിസ്റ്ററിയോ ജോഗ്രഫിയോ പോലെയൊന്നും അല്ല അല്ലെ. 20 മാർക്ക് നമുക്ക് ഈ ഭാഗത്ത് കിട്ടും. അപ്പൊ ഈ 4 ഏരിയ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലില് ഫുള്ളായിട്ടും എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിയിട്ട് നല്ല ഡീപ്പ് ലെവലിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. നമുക്കപ്പോൾ ഇവിടെ 20 മാർക്ക് കിട്ടും. പിന്നെ നമ്മൾ സയൻസ് ഇല്ലേ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇല്ലേ, അതും എന്ത് ചെയ്യുക, ആദ്യം പ്രിഫറൻസ് നമ്മൾ സയൻസും അതുപോലെ എന്ത് ചെയ്യണം, പ്രിഫറൻസ് ആർക്ക് കൊടുക്കണം, SCERTക്ക് ആദ്യം പ്രിഫറൻസ് കൊടുക്കുക. കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും ഫസ്റ്റ് നമ്മൾ SCERT എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കിയിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ ഓരോ ടോപ്പിക്കായിട്ട് പഠിക്കുകയാണെങ്കിൽ പക്ഷെ ഫസ്റ്റ് പഠിച്ചു കഴിക്കണം, ഏത് SCERT പഠിച്ചു കഴിക്കാം. എന്നിട്ട് വേണം ടോപ്പിക്കായിട്ട് നിങ്ങൾ ഓരോരോ ടോപ്പിക്കായിട്ട് തീർത്ത് വരിക കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളമൊക്കെ നന്നായിട്ട് കുറച്ച് ഒരു ഡെയിലി ഒരു അരമണിക്കൂർ എന്ത് ചെയ്യുക, മാറ്റിയിട്ട് വെക്കുക കേട്ടോ. അങ്ങനെ പഠിച്ചു പോകുന്ന സമയത്ത് മാർക്കുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഒക്കെ കുറയ്ക്കാനുള്ളതൊക്കെ നമുക്ക് തനിയെ വന്നോളൂ കേട്ടോ. നമ്മളിങ്ങനെ കുറേ സിലബസ് ഇരുന്ന് പഠിക്കും, റിവിഷൻ ചെയ്യില്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യില്ല. എന്നിട്ട് എക്സാം ഹാളിൽ പോയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടുകൊണ്ട് ആരിനോട് പറഞ്ഞിട്ട് എന്താ കാര്യം, നമ്മുടെ കയ്യിൽ വന്ന മിസ്റ്റേക്ക് അല്ലേ. അപ്പൊ പഠിച്ചിട്ട് നല്ല രീതിയിൽ പോയിട്ട് മാർക്കാക്കി വാങ്ങിച്ചിട്ട് വരാൻ അവിടെ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളും അതുപോലെ പോകണം കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് ചെറിയ പഠിക്കട്ടെ പറഞ്ഞിട്ടാണ് കേട്ടോ, ഇടയ്ക്ക് മോട്ടിവേഷൻ വെറുതെ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് മാറ്റിയത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്, വാഗ്ഭടാനന്ദനാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, ആരാണ് പറഞ്ഞത്, ശ്രീനാരായണ ഗുരു ആണ് അല്ലേ. ഏതാണ് ആൻസർ വരിക, A ആണ് അല്ലേ, ശ്രീനാരായണ ഗുരു. പിന്നെ ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം ഏതാണ്, പ്രാചീന മലയാളം. ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം ഏതാണ്, പ്രാചീന മലയാളം.
ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ഇപ്പോഴാണ് ക്ഷേത്രപ്രവേശന വിളംബരം 1936 അല്ലേ? ഇവിടെ പ്രാചീന മലയാള, പിന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ശ്രീനാരായണ ഗുരു. പൊയ്കയിൽ യോഹന്നാൻ അല്ലെ, അല്ലെങ്കിൽ കുമാരഗുരുദേവൻ. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അതൊരു നാടകമാണ്. ചുവടെ തന്നിട്ടുള്ള സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏതാണ്? സി കേശവനുമായി ബന്ധപ്പെട്ടത് ഏതാണ്? കോഴഞ്ചേരി പ്രസംഗം. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? 61ാമത്തെ ആൻസർ ഏതാണ്? 61ാമത്തെ എ ആണ് അല്ലെ, 24. എനിക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ എനിക്ക് 24ആണ്, 26ആണ്, 28ആണെന്ന് വന്നു. വാരിയെല്ല് അല്ലേ? ഇവിടെ അക്ഷരം ഏതാണ് വന്നിരിക്കുന്നത്? ലായാണ് വന്നിരിക്കുന്നത് അല്ലേ? 4 എന്നുള്ളതിലും എന്തുണ്ട്? ലാ ഉണ്ട് അല്ലെ? 4 ല കണ്ടോ? അപ്പൊ 24. മനുഷ്യ ശരീരത്തിൽ ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത് കേട്ടോ. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം എവിടെയാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? 62ാമത്തെ യൂറിയ നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ് അല്ലേ? ലിവർ. കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെയാണ് ബാധിക്കുന്നത്? മേൽപ്പറഞ്ഞവ എല്ലാം. രക്തം കട്ടപിടിക്കല്, പേശി പ്രവർത്തനം, എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന്റെയും ഒക്കെ പ്രവർത്തനത്തെ ഏത് ബാധിക്കും? കാൽസ്യത്തിന്റെ അപര്യാപ്തത. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ് ഇതിൽ യോജിക്കാത്ത പ്രസ്താവന? ഹീമോഗ്ലോബിനുമായി ബന്ധപ്പെട്ടിട്ട് ബി ആണ് കേട്ടോ. പ്ലാസ്മയിൽ കാണപ്പെടുന്നൊന്നുമല്ല. രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു. ഇത് ഹീമോഗ്ലോബിൻ. മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു. പിന്നെ ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു. ഇതൊക്കെ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 65ാമത്തെ ഡി ആണ്. 1ഉം 4ഉം. വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ടാക്ടൈൽ വാച്ച്, ബ്രെയിൻ ലിവി ഇവ ഉപയോഗിക്കുന്നതും അന്ധരാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏതാണ്? 66ാമത്തെ അനാമിക അല്ലെ? എന്താണ് ഒരു ആനക്കൊമ്പൻ? എന്താണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം? അതൊക്കെ നോക്കണം. സൽകീർത്തി ഇതൊക്കെ എന്താണ്? വെണ്ടയുടെ ഇനമാണ്. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാനപ്പെട്ട ഉറവിടം എവിടെ നിന്നാണ്? വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ് കേട്ടോ. വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ് കാർബൺ മോണോക്സൈഡിന്റെ പ്രധാനപ്പെട്ട ഉറവിടം. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? കണ്ടൽക്കാടുകൾ എവിടെയാണ് കൂടുതലുള്ളത്? എവിടെയാണ് കണ്ടൽക്കാടുകൾ ഉള്ളത്? പശ്ചിമ ബംഗാൾ അല്ലെ? വിഘാടകർ എന്ന വിഭാഗത്തിൽ വരുന്നതിനെ കണ്ടെത്തുക. ഏതാണ്? ബാക്ടീരിയ. ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ പറയുന്ന പേരാണ് ഐസോടോപ്പുകൾ. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ഹെൻറി മോസ്ലി. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. പ്രപഞ്ചത്തിലോ? ഹൈഡ്രജൻ. അന്തരീക്ഷത്തിലോ? നൈട്രജൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇരുമ്പിന്റെ അയിര് ഏതാണ്? ഹെമറ്റൈറ്റ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? നൈലോൺ. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്?
ബി ആണ്, 60 ഡിഗ്രി ആണ്. എപ്പോഴും ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നാളെ പ്രതിപതന കോൺ 40 ഡിഗ്രി ആണെങ്കിൽ പതന കോൺ എത്ര എന്ന് ചോദിച്ചാലും അത് എത്ര തന്നെയാണ്? 40. അപ്പോൾ 40 തന്നെയാണ്. ഇതൊരു പോയിന്റ് മനസ്സിലാക്കുക. ദർപ്പണത്തിൽ പതിക്കുന്ന ഏതൊരു രശ്മിയുടെയും പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം ഏതാണ്? പ്രതല ബലം. അതുപോലെ ഈ വെള്ളത്തിന്റെ മേലെ പ്രാണികൾ നടന്നു പോകും, ഇങ്ങനെ കാണാം അല്ലെ, ഇങ്ങനെ നീങ്ങി നീങ്ങി പോണ, അതും എന്താണ്? പ്രതല ബലത്തിന് കാരണമാണ്. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഏതിലാണ്? ഖരവസ്തുക്കളിലാണ് അല്ലെ. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഏതിലാണ്? ഖരവസ്തുക്കളിലാണ്. അപ്പൊ പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്? ശൂന്യതയില്. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ ഉള്ളത് എപ്പോഴാണ്? ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? സിയിലെ 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജം. മാസ് എന്തായി? പകുതിയായി, പ്രവേഗം ഇരട്ടിയുമായി. അപ്പൊ വസ്തുവിന്റെ ഗതികോർജം എങ്ങനെയായിരിക്കും? 80ാമത്തെ ആൻസർ ബി ആണ് അല്ലേ. എന്താണ്? ഇരട്ടിയാകുന്നു. മാസ് പകുതിയാകുന്ന 80ാമത്തെ ബി ആണ്. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ ഗതികോർജം ഇരട്ടിയാകുന്നു. ചിലർ പോയിട്ട് വേഗം എന്ത് ചെയ്യും? 4 ഇരട്ടിയാകുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ, അതിലേക്ക് പോകും. പക്ഷെ ഇവിടെ എന്താണ്? മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജം ഇരട്ടിയാകുന്നു. അപ്പൊ നമ്മൾ 80 ക്വസ്റ്റ്യൻ ആണ് പരിചയപ്പെട്ടത്. അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. വീണ്ടും ബൈ ചാൻസ് ക്വസ്റ്റ്യൻ ആവർത്തിച്ചാൽ മാർക്ക് കളയണ്ടല്ലോ, വേഗം നമുക്ക് മാർക്കാക്കിയിട്ട് മാറ്റാലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം കേട്ടോ. എങ്കിലും എന്താണ്, നമ്മൾ ക്ലാസ് ഇട്ടത് അത് അപ്പൊ തന്നെ എന്ത് ചെയ്യും? ടെലിഗ്രാമിലേക്ക് ഇടും. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യുക? ഓരോ ക്ലാസ് കണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്